വാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം ഇന്ന് രാവിലെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒന്ന്, ഒരു ദർശനം കണ്ടു പൗലോസ് ഒരു ദർശനം കണ്ടു. പൗലോസിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അറിവുകൾ അത് തർക്കത്തിനും വാദത്തിനുമൊക്കെ പ്രയോജനപ്പെട്ടുവെങ്കിലും യഹൂദന്മാരോട് ഈ ദൈവം സത്യദൈവമാണെന്ന് വാദിച്ച് തനിക്ക് ജയിക്കുവാനായിട്ട് കഴിഞ്ഞെങ്കിലും അതിനകത്ത് അനേക ആത്മാക്കളെ നേടിയതായിട്ട് കാണുന്നില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് എന്ന് ദർശനത്തിനനുസരിച്ച് ചുവടുകൾ വെച്ചോ അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയിൽ ഞാൻ ഈ വചനമൊക്കെ അങ്ങനെ അങ്ങ് എടുക്കുക. ഈ ദൈവസഭയിൽ നാം ദർശനങ്ങൾ കാണുന്നവരായി തീരണം. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്ന അന്ന് ഷെയർ ചെയ്യുന്ന വചനങ്ങളൊക്കെ നമുക്ക് ആ മാസം അത് വിടുതലായിട്ട് കാണാറുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയാം. ഇവാഞ്ചലിസ്റ്റായ ഫിലിപ്പോസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അനേകർ ഹല്ലേലൂയ സുവിശേഷത്തെക്കുറിച്ചുള്ളൊരു ഭാരം കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരുടെ അകത്ത് ഉണ്ടാകുന്നത് ഞാൻ കേൾക്കുവാനായിട്ടിടയായി, കാണുവാനായിട്ടിടയായി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന, ഉപവാസ പ്രാർത്ഥനയല്ല, എല്ലാ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. വിശേഷാൽ ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ വിടുതലുകൾ കാണുവാനായിട്ട് നമുക്കിടയായി. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു ദർശനം കണ്ടു. അത് മക്കദോനിയക്കാരനായ ഒരു മനുഷ്യൻ തന്നോട് വന്ന് സംസാരിക്കുന്ന, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ തന്നോട് സംസാരിക്കുന്നത് താൻ സ്വപ്നത്തിൽ കാണുവാനായിട്ടിടയായി. തൻ്റെ ആഗ്രഹം ഏഷ്യയിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. ഹല്ലേലൂയ. എന്താ പരിശുദ്ധാത്മാവെ വിലക്കിയെന്ന് ചോദിച്ചാൽ, ഈ യൂറോപ്പിലോട്ട് പോകാനായിട്ട് ആണ് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് കിട്ടിയത്. എനിക്ക് തോന്നി, ഞാൻ അന്നേരം ചിന്തിച്ചു, അവിടെ ഏഷ്യയെന്ന് എഴുതിയപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവെ വിലക്കിയെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഏഷ്യയിലാണ് അപ്പോസ്തലനായ പൗലോസ് വന്നതെങ്കിൽ ആ ഏഷ്യക്കാരല്ലാതെ വേറെ ആരും അറിയത്തില്ല. ഹല്ലേലൂയ. കാര്യം നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ സുവിശേഷം കേട്ടാൽ നമ്മൾ ആരോടും ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. ഇത് യൂറോപ്പിലായതുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്ത് ഏഷ്യയിൽ വന്ന് സുവിശേഷീകരിക്കുവാനായിട്ടിടയായത്. അപ്പോൾ നമ്മുടെ കർത്താവിന് നല്ലതായിട്ട് സ്ട്രാറ്റജി അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളെ ചില സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാനായിട്ടിടയാകും. നമ്മൾ ദർശനത്തിൽ നിന്നാൽ ചില ദർശനത്തിലൂടെ ദൈവം നമ്മളെ നടത്തുവാനായിട്ടിടയാകും. ദൈവസഭയോട് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്കും വേണം ദർശനം. ദർശനമില്ലാതെ മുന്നോട്ട് പോയാൽ അവിടെ ജനം നശിച്ചു പോകും. ഹല്ലേലൂയ. ജനത്തിന് ദർശനം വേണം. ദർശനത്തിലേ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പല സഭകളിലും പറ്റിയ ഒരു കാര്യം, ജനം ദർശനത്തിൽ നിന്ന് മാറി അത് ഫിലോസഫിക്കലായി മാറി. ഹല്ലേലൂയ. വലിയ ഫിലോസഫിയൊക്കെ പറയും, പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, കേട്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ ദർശനമില്ലാത്തത് നിലനിൽക്കത്തില്ല. ദർശനമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ദർശനമുണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു തലത്തിലേക്ക് അത് വളരത്തുള്ളൂ. ദർശനമുണ്ടെങ്കിൽ മാത്രമേ അത് ഹല്ലേലൂയ സ്പ്രെഡാകത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസിനൊരു ദർശനമുണ്ടായതുകൊണ്ട് യൂറോപ്പിലേക്ക് പോയി അവിടെ സഭ സ്പ്രെഡാകുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ദർശനത്തിൻ്റെ മറ്റ് 1-2 പ്രത്യേകതകൾ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ
നമുക്ക് വളരെ പരിചയനായ അല്ലെങ്കിൽ പരിചയമുള്ള എലീശയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. ഒന്ന് വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 രാജാക്കളെ 8, 9, 12 വാക്യങ്ങളിലൂടെ വായിച്ചിട്ട് അത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അരാം രാജാവിൻ്റെ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി പ്രവാചകൻ്റെ അകത്ത് ദൈവം നൽകി. ഹല്ലേലൂയ. ദർശനം എന്തിനാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, ദുഷ്ടൻ്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കുവാനായിട്ട് ഒരു ദർശനം വേണം. ഹല്ലേലൂയ. അരാം രാജാവ് എവിടൊക്കെ പാളയം ഇറങ്ങുമെന്നുള്ളത് എലീശയുടെ കിടക്കമുറിയിൽ എലീശയ്ക്ക് അത് വെളിപ്പാടായിട്ട് ദർശനമായിട്ട് നൽകി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയൊരു കുഴപ്പം, ഈ നാടുകളിലൊക്കെ ഇത് നശിച്ചു പോകുവാനായിട്ട്, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ചർച്ചുകളൊക്കെ എംപ്റ്റി ആകാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചാൽ ജനത്തിന് ദർശനമില്ലാതായിപ്പോയി. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വെളിയിലൊരു പിശാചുണ്ട്, വെളിയിലൊരു ശത്രുവുണ്ട്. അവൻ്റെ സ്ട്രാറ്റജികളൊക്കെ അവൻ ഓരോ ദിവസവും രാവും പകലുമില്ലാതെ അവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സൈറ്റാനിക് വർഷിപ്പേഴ്സൊക്കെ അവരെപ്പോഴാണ് കൂടുന്നതെന്ന് ചോദിച്ചാൽ അവരൊക്കെ രാത്രികളിലാണ് കൂടുന്നത്. എല്ലാ സീക്രട്ട് വർഷിപ്പേഴ്സും അവരെല്ലാം അവരുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത്, അവരുടെ പ്രാർത്ഥന നടക്കുന്നതൊക്കെ മിഡ് നൈറ്റിലാണ്. ഹല്ലേലൂയ. നമുക്കൊരു ഓൾ നൈറ്റ് പ്രയർ വെച്ചാൽ എന്തോ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. കാര്യം നമുക്കിതിന് വലിയ ദർശനമില്ല. അവിടെ ദർശനമുള്ള ഒരു പ്രവാചകനുള്ളപ്പോൾ പറയുകയാണ്, ശത്രുവിൻ്റെ സ്ട്രാറ്റജി, ശത്രുവിൻ്റെ പ്ലാനുകൾ, ശത്രു നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ തെറ്റിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ ഇവിടെ ഒരു പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദർശനമുള്ളവൻ എണ്ണീക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ജനത്തിന് ജയമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദർശനം നമുക്ക് വേണം. ഹല്ലേലൂയ. ദർശനത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു ദൈവസഭയായിരിക്കണം നമ്മുടെ ദൈവസഭ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 12ാമത്തെ വാക്യം എന്നെ കൂടെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ് 12ാമത്തെ വാക്യം. ആ ആ അപ്പോൾ ആരാം രാജാവിന് മനസ്സിലായിട എൻ്റെ പരിപാടികളെല്ലാം ഇവരറിയുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ഒരു സ്പൈ ഉണ്ട്, അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇങ്ങനെ സ്പൈയെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അതിനകത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, രാജാവെ അങ്ങനെയല്ല, രാജാവ് ഈവൻ രാജാവിൻ്റെ കിടക്കമുറിയിൽ പറയുന്ന കാര്യങ്ങൾ ആ പ്രവാചകനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് ഇസ്രായേൽ ജനം സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അങ്ങനെയുള്ളൊരു ദൈവമാണ്. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ചില വിഷയങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ ഫേവർ അതാണ്. ഹല്ലേലൂയ. ചില ഓപ്പണിങ്ങുകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത് അങ്ങനെയാണ്. ചില വിഷയങ്ങളുടെ മേൽ ദൈവം നമുക്കൊരു വെളിപ്പാട് തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവദാസന്മാരോട് പോയി കള്ളം പറയരുത്, അവർ പിടിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാര്യം അവർ വരുമ്പോഴേ അവർക്കറിയാം ഇത് കളവാണ്. പിന്നെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം നമ്മുടെ ദൈവം, ഹല്ലേലൂയ, അവൻ ദർശനം നൽകുന്ന ദൈവമാണ്. അവൻ വെളിപ്പാട് നൽകുന്ന ദൈവമാണ്. അവൻ ദർശനങ്ങളുടെ ദൈവമാണ്. യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ഇവിടെ എലീശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തു. ആ രാജാവിൻ്റെ പ്ലാനുകളൊക്കെ എലീശയ്ക്ക് ഹല്ലേലൂയ ദൈവം, സ്വർഗസ്വനായ ദൈവം കൈമാറുവാനായിട്ടിടയായി.
അപ്പം യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി അറിയാവുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ സ്ട്രാറ്റജി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം, നമുക്കുള്ള തലമുറകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ, നമ്മുടെ തലമുറകൾ ദൈവഭയത്തിൽ വളരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞെങ്കിലേ കഴിയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മുടെ തലമുറകളെ ഓർത്തെങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും ബോധേഡായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. പ്രൈസ് ലോർഡ്. ദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഭയം മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ദർശനത്തിൽ പ്രവാചകന് ആ ദൈവത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു. തനിക്ക് ചുറ്റും വലിയ പാളയമൊക്കെ ഇറങ്ങിയപ്പോൾ ബാല്യക്കാരൻ പേടിച്ചുപോയി. പക്ഷെ പ്രവാചകൻ്റെ അകത്തൊരു ദർശനമുണ്ടായതുകൊണ്ട് താൻ പറഞ്ഞു, പേടിക്കണ്ട, നമ്മോടുകൂടെയുള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ഇന്നാരെങ്കിലും ഭയത്തോടെ ആകുലതയോടുകൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മോടുകൂടെ ഉള്ളവൻ ലോകത്തോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. നിങ്ങളത് നിങ്ങളുടെ വാഗൊണ്ട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭയം മാറും. ഹല്ലേലൂയ. അത് നിങ്ങൾ വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുവാനായിട്ട് ഇടയാകും. നിങ്ങൾ അധികാരമുള്ളവരാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് പകർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഭയക്കേണ്ടതായിട്ടുള്ള വിഷയമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെല്ലാം എല്ലാത്തിനോടും നമുക്കങ്ങ് ചേർന്ന് പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ലോകത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം നമ്മോടുകൂടെ ഉള്ളവൻ ലോകത്തോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളർന്നു വരും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മോടുകൂടെ ഉള്ളവൻ ലോകത്തോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. നാം ദർശനമുള്ളവരാണെങ്കിൽ നമ്മുടെ തലമുറയും ദർശനത്തിൽ നിൽക്കുവാനായിട്ടിടയാകും. നാം ദർശനമുള്ളവരാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരും ദർശനത്തിൽ നിൽക്കുവാനായിട്ടിടയാകും. ഇന്ന് ദർശനം മങ്ങിപ്പോയതാണ് ഒരു തലമുറയുടെ പതനത്തിൻ്റെ കാരണം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ദർശനം വേണം. നാം ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ദർശനം വേണം. നമ്മുടെ ഭവനങ്ങളിൽ ദർശനം വേണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നവരായിട്ടല്ല, ആ ദൈവിക ദർശനത്തിൽ നാം നിലനിൽക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എത്രയോ ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. നാം എപ്പോഴും പറയുന്ന യോസഫിൻ്റെ ഉദാഹരണം എടുക്കാം. യോസഫിന് ദർശനമുണ്ടായിരുന്നു. അവൻ സഹോദരങ്ങളെക്കാൾ വ്യത്യസ്തനായിരുന്നു. അവൻ്റെ ദർശനം ആർക്കും മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ ദർശനമുണ്ടായതുകൊണ്ടാണ് ആ തലമുറയിൽ അവൻ്റെ ഭവനക്കാരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. താൻ ദർശനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് ദൈവസഭയിൽ വേണ്ടത് ചില ദിവസങ്ങളിൽ ഈ ഹൃദയം തുറക്കണം. ചിലരുടെയൊക്കെ ഹൃദയം തുറക്കണം. ചിലരുടെയൊക്കെ ഹൃദയം തുറക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ സംസാരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അതാ, ഈ കർത്താവിനെക്കുറിച്ച് സംസാരിക്കാൻ. നമ്മൾ സംസാരിച്ചാൽ അവരുടെ ഹൃദയം ദൈവം തുറക്കും. ഹല്ലേലൂയ. എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒരു വാക്യം, അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. And the Lord opened her heart to respond to the things spoken by Paul. അവളുടെ ഹൃദയം തുറന്നതിൻ്റെ കാരണം പൗലോസ് സംസാരിക്കുന്നതിൻ്റെ റെസ്പോൺസായിട്ടാണ്. പൗലോസ് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ടാണ് അവരുടെ ഹൃദയം തുറന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്നിത് അങ്ങ് വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാനായിട്ട് ചിലരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കും. ഹല്ലേലൂയ.
പൗലോസിന് അവിടെ എവിടെ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആൾക്കാർ കൂടുന്നിടത്തൊക്കെ പോയി പൗലോസ് അങ്ങ് സംസാരിച്ചു തുടങ്ങി. അവർ സംസാരിച്ചപ്പോൾ അവരുടെ സംസാരത്തിനനുസരിച്ച് അത് കേൾക്കുവാനായി ചിലരുടെ ഹൃദയങ്ങളെ തുറക്കുവാനായിട്ടിടയാകും. സുവിശേഷത്തിന് പവറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സുവിശേഷത്തിൻ്റെ പവറിനെക്കുറിച്ച് നമുക്കറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്കിങ്ങനൊരു ചിന്ത വരുന്നത്, ഈ സുവിശേഷം പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. സുവിശേഷത്തിന് പവറുണ്ട്. നമ്മൾ പറഞ്ഞു നോക്ക്, ബാക്കി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഹൃദയമൊക്കെ തുറക്കും എന്ന് പറഞ്ഞാൽ അതുവരെ ഈ ലുദിയയുടെ ഹൃദയം അടഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ പൗലോസിൻ്റെ ശബ്ദം അവിടെ വന്നപ്പോൾ, പൗലോസ് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ ലുദിയയുടെ ഹൃദയം ദൈവം തുറക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നിങ്ങൾ സുവിശേഷം ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ, കർത്താവിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നവരാണെങ്കിൽ, സെയിൻറ്റ് ജോണിൻ്റെ ഹൃദയം ദൈവം തുറക്കും. അനേകരുടെ ഹൃദയം ദൈവം തുറക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് പറഞ്ഞാൽ മതി. അതിനകത്ത് വലിയ ഗ്രീക്കും ഹീബ്രു ഒന്നും നിങ്ങൾക്ക് വേണമെന്നില്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ മാത്രം ഹല്ലേലൂയ അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, ആ സുവിശേഷത്തിന് പവറുണ്ട്. ഈ ദിവസങ്ങളിൽ ചില ഹൃദയങ്ങൾ തുറക്കണം. ഞാൻ എന്തിനാണ് ഈ വിഷയങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തുടർന്നുള്ള പ്രാർത്ഥനയിൽ അതെല്ലാം വരണം. ഹല്ലേലൂയ. നാം സംസാരിക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങൾ തുറക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരണം. കർത്താവേ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സംസാരിക്കാനുള്ള ബോൾഡ്നെസ് ഞങ്ങൾക്ക് തരണം. സംസാരിക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങൾ തുറക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാ ലേഖനങ്ങളുമൊക്കെ ആമീൻ പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തിക്ക് ആമീൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ സെയിൻറ്റ് ജോണിൽ ഒരു വലിയ പ്രവൃത്തികൾ നടക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ അത് സംഭവിക്കും. നിങ്ങൾ വിശ്വാസത്താൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അന്ധമായിട്ട് ആര് വിശ്വസിക്കുന്നോ അതിനകത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ എപ്പോൾ പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ അർദ്ധരാത്രിയുടെ പ്രാർത്ഥന ഒരു പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ഈ കോണ്ടസ്റ്റിലല്ല എങ്കിലും അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വന്നു. ഒരു ബ്രദർ ഇങ്ങനെ ഷെയർ ചെയ്തു, സമയം പോരാങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അങ്ങ് തുടങ്ങിയാൽ നമുക്ക് നേരത്തെ അങ്ങ് നിർത്തിയിട്ട് രാത്രി പോയി കിടന്നുറങ്ങാമല്ലോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റ് പ്രയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അന്ധകാര ശക്തികളും പ്രാർത്ഥിക്കുകയും അവരുടെ പ്രവൃത്തികളെല്ലാം നടക്കുന്ന രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ദൈവജനം രാത്രി പ്രാർത്ഥിച്ച അതിനകത്തൊരു പ്രത്യേക വിടുതലുണ്ട്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക പവറുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞതിൻ്റെ കാര്യം തുടർന്ന് നമ്മളവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ അകത്ത് വരണം. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നുള്ള ചിന്തയല്ല. അകത്ത് ഈ കിട്ടിയ ടൈമിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ നടക്കണം. ഹല്ലേലൂയ. നാം ഉറങ്ങുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളുടെ മേലിലാണ്. അവരുടെ അകത്തുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ അകത്തുള്ളവൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുവാൻ റെഡിയായാൽ ഈ ദേശം നമ്മുടേതായി തീരും. ഇന്ന് ദൈവജനം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ദേശം അന്ധകാരത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലതിനെ നോക്കി പറയുമല്ലോ, അയ്യോ അത് കണ്ടോ, ഇത് കണ്ടോ, മറ്റേത് കണ്ടോ. ആരാണ് ഉത്തരവാദി? നമ്മളാണ് ഉത്തരവാദികൾ. നാം പ്രാർത്ഥിക്കുന്നില്ല. പ്രകാശമായ നാം ഹല്ലേലൂയ നമ്മളെ വെച്ചിരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആയിരിക്കാതിരിക്കുമ്പോഴാണ് അന്ധകാരം ലോകത്തെ വാഴുവാനായിട്ടിടയാകുന്നത്. നാം ഉള്ളിടത്ത് ഹല്ലേലൂയ നാം പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ദൈവജനമേ, നാം എണ്ണീറ്റാൽ ഈ ദേശത്ത് വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയാകും. നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന ആ വലിയ തീക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ അകത്ത് ആ കത്തുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, അതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര കൃപകളുണ്ടോ, കൃപാവരങ്ങളുണ്ടോ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇന്ന് ദൈവസന്നിധിയിൽ താല്പര്യത്തോടെ ആഗ്രഹത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അപ്പോൾ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ചെയ്തു? അല്ല, അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവത്തെ പാടി സ്തുതിച്ച് കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആരേ തടവുകാർ? ഫിസിയോതെറാപ്പിക്കാരല്ല. തടവുകാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കള്ളന്മാരും ഈ കൊലപാതകികളുമായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള അന്ധകാര മണ്ഡലങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സീരിയസ്നെസ് നമ്മുടെ അകത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരു കാരണവശാലും നിങ്ങൾ അലസമായിട്ടിരിക്കരുത്. കാര്യം അതിനകത്ത് നാം അറിയാത്ത ചില സ്പിരിച്വൽ മണ്ഡലങ്ങളുടെ മേലൊക്കെ ഇന്ന് അതിനെ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയുവാനായിട്ട് ഇടയായതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമുക്കറിയത്തില്ല ഇന്ന് പലതരത്തിലുള്ള സ്പിരിച്വൽ വാർഫെയർ ഇതിൻ്റെ നടുവിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ അവർ പ്രാർത്ഥിച്ചും ആരാധിച്ചും കൊണ്ടിരുന്നപ്പോൾ തടവുകാർ, കള്ളന്മാർ, ബന്ധനസ്ഥർ അവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് അന്ധകാര മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കിടന്നുറങ്ങപ്പോഴും ഇതാ കുറച്ച് പേര് ഒരു പണിയില്ലാതെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയാകും. തുടർന്ന് വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയില്ല, ഇവിടുത്തെ ഒരു ആത്മീയ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനങ്ങളൊന്ന് കുലുങ്ങി ചില ചങ്ങലകൾ തറയിൽ വീഴണം. ഹല്ലേലൂയ. ഇത് നിങ്ങളങ്ങ് വിശ്വസിക്കാമോ? ഞാനിന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ചില അടിസ്ഥാനങ്ങൾ, ദുഷ്ടൻ്റെ അടിസ്ഥാനങ്ങൾ, അവൻ്റെ പദ്ധതികൾ, അവനിട്ടിരിക്കുന്ന ഫ്രെയിം വർക്കുകളൊക്കെ അതൊക്കെ പൊട്ടി, ഹല്ലേലൂയ, ഇന്ന് ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴാനായിട്ട് പോവുകയാണ്. ദേശാധിപതികളുടെ ശക്തികൾ, അവൻ്റെ പ്ലാനുകൾ, അവൻ്റെ സ്ട്രാറ്റജികൾ, തലമുറകളെ നശിപ്പിക്കുന്ന അവൻ്റെ പദ്ധതികളൊക്കെ തകർന്നു വീഴാനായിട്ട് പോവുക. ഹല്ലേലൂയ. ഞാനൊരു കഥയല്ല, ഞാൻ നടന്ന കാര്യം പറയാം. ഞാനൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹ്യൂസ്റ്റണിൽ വെച്ച് എൻ്റെ ഒരു ഫ്ലൈറ്റ് മിസ്സായി. അന്ന് ഞാൻ അവിടെ പരിചയമുള്ള ഒരു ഭവനത്തിൽ പോയി താമസിക്കുവാനായിട്ടിടയായി. അവർ നാട്ടിലെ ഒരു ഡോക്ടറാണ്. സിസ്റ്റർ ഇവിടെ വന്ന് അവർ വർക്ക് ചെയ്യുന്നില്ല, പ്രായമുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു. അവരുടെ മെയിനായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഡ്രഗ്സിന് ഇതിനോട്ടൊക്കെ അഡീഷനായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ നടുവിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഈ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം, അവിടെ ടെക്സസിലെ നിയമങ്ങളൊക്കെ വരുമ്പോൾ, നിയമങ്ങളൊക്കെ പാസ്സാക്കുമ്പോൾ, ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ള പല മൂവ്മെൻറ്റുകളും വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം, അവർ രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സുണ്ട്. അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്കൊക്കെ പവറുണ്ട്, പക്ഷേ പവറിനാൽ ഒന്നും സംഭവിക്കത്തില്ല, പക്ഷെ പ്രാർത്ഥനയാൽ സംഭവിക്കും. ഹല്ലേലൂയ. ചില ലെജിസ്ലേഷൻസൊക്കെ മാറ്റുവാനായിട്ട്, ചില ലോസൊക്കെ മാറ്റുവാനായിട്ട് ഇവർ ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇൻക്ലൂഡിങ് അബോർഷൻ, ഈ വിഷയത്തിൻ്റെ മേലൊക്കെ ഈ കുറച്ച് കൂട്ടരെവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പല ലോസും ഇന്ന് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. സമയമുള്ളപ്പോൾ ഒരിക്കൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് ഗവൺമെൻറ്റൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബോർഷനും ഈ പറഞ്ഞുള്ള ഫ്രീഡവും ഈ മാരേജൽ വ്യവസ്ഥയും സെക്കുലറിസവും ഇതൊക്കെ ആണ് ദൈവസഭയെ തകർക്കുകയും ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഈവൻ ഇൻക്ലൂഡിങ് LGBT ഈ ക്രിസ്ത്യാനിയുടെ പതനത്തിന് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുന്നത്
10-25 അല്ലെങ്കിൽ 30 വർഷത്തിന് മുമ്പിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ടാണ് ഇന്നത്തെ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്നു, നമ്മളിതൊന്നും അറിയാതെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ഈ വരും തലമുറയിൽ ഒരു വിടുതൽ കാണുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ദുഷ്ടൻ അവരെ മുറുക്കുവാനായിട്ടിടയാകും. നമുക്ക് വേണ്ടി പലരും രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയുമെങ്കിലും സ്വാതന്ത്ര്യത്തോടുകൂടെ, ഇത്രയുമെങ്കിലും ചുരുക്കമായിട്ടെങ്കിലും ഇന്ന് പലരും ദൈവത്തെ അറിയുവാനായിട്ടിടയാകുന്നത്. ഹല്ലേലൂയ. ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഈ ദേശത്ത് നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ദേശത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയായിരിക്കാം ഒരു കാലത്ത് സുവിശേഷം കേട്ട നമ്മളെ കൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് സുവിശേഷം പറയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഇവരിലൂടെയാണ് നമ്മൾ സുവിശേഷം കേട്ടത്. ഈ പല രാജ്യങ്ങളെയും ദൈവം ലോകത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ആയിരുന്നു ലീഡിംഗ് ആയിട്ട് നിന്ന് സുവിശേഷം പറഞ്ഞത്. ഇന്ന് നാം ടുവേഴ്സ് എൻഡിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത എന്ന് വേണം പറയാൻ, ഇന്നത് പറയാനുള്ള ഒരു പദവി, ഒരു പ്രിവിലേജ് ദൈവം നമുക്ക് തന്നേക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും, ചില ചങ്ങലകൾ അഴിഞ്ഞും. അടുത്ത ഒരു കാര്യം നമ്മുടെ നടുവിൽ നടക്കേണ്ടതാ, നാം പ്രാർത്ഥിക്കുമ്പോൾ ചില ചങ്ങലകൾ അഴിയണം. നമ്മൾ ചുമ്മാതെ കൂടി ഒന്ന് കണ്ടിട്ട് പോകുന്നവരായിട്ടല്ല. കാര്യം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാണ് സങ്കീർത്തനക്കാരൻ ഈ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത് നമുക്ക് വേണ്ടി. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നിങ്ങളൊരു സാഹചര്യം, നിങ്ങളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ, ഇത്ര മനോഹരമായ പള്ളിയൊന്നും അല്ലായിരുന്നു, കാരാഗ്രഹമായിരുന്നു, കള്ളന്മാർ കിടക്കുന്ന സ്ഥലമാണ്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഒരറ്റ്മോസ്ഫിയറും ഇല്ലാത്തൊരു സ്ഥലം. ഹല്ലേലൂയ. അവിടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടുത്തെ ചങ്ങലകൾ അഴിയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ അറ്റ്മോസ്ഫിയറിന് നമ്മൾ പറയുമ്പോൾ ആരാധിക്കാനൊരു അറ്റ്മോസ്ഫിയർ വേണം, പ്രാർത്ഥിക്കാൻ നമുക്കൊരു അറ്റ്മോസ്ഫിയർ വേണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് അപ്പോഴേ ഓർമ്മ വരുന്നത് ആരെയാണ്? പൗലോസിനെയും ശീലാസിനെയും. ഒരു അറ്റ്മോസ്ഫിയറും ഇല്ലായിരുന്നു, കൂടെ ഉള്ളതെല്ലാം കള്ളന്മാർ. ഈ കള്ളന്മാരുടെ നടുവിൽ നിന്ന് ഹല്ലേലൂയ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുവാൻ അഭിഷേകമുള്ള അഭിഷിക്തന്മാർ ആരാധിച്ചപ്പോൾ കള്ളന്മാരുടെ ചെങ്കലയോടുകൂടെ അടിയാനായിട്ടിടയായി. ഞാൻ പറയുന്നതിൻ്റെ ദൂത് മനസ്സിലായി. ഈ നാശപിടിച്ച നാടാണെന്നൊക്കെ നമ്മൾ പറയും. ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ്റെ ചങ്ങലകളും കൂടെ അഴിയുവാനായിട്ടിടയാകും. ഈ ദേശം കൂടെ വിടുവിക്കപ്പെടുവാനായിട്ടിടയാകും. അനേകരും കൂടെ കർത്താവിനെ അറിയുവാനായിട്ടിടയാകും. അനേകർ വെളിച്ചം കാണുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ ചങ്ങലകൾ അഴിയണം. ഇന്ന് നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ചില ചങ്ങലകൾ അഴിയണം. ചിലരെയൊക്കെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരണം. ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ ഹല്ലേലൂയ കുറേ ആൾക്കാരും കൂടെ കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പിന്നെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങുവാണെങ്കിൽ ഞാൻ ഒരുപാട് പേരെ അയക്കാമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏത് തരക്കാരെ എടുക്കാമെങ്കിൽ ഞാൻ ആൾക്കാരെ അയക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ ഓഫീസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള വിവിധ ആൾക്കാർ വേണം. ഒരു ഡോക്ടറല്ല, ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. പേഷ്യൻസിനനുസരിച്ച് നോക്കുന്ന പല ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആളെ അയക്കാം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ്, ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? പ്രൈസ് ദി ലോർഡ്. അഗെയിൻ, ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? ദൈവം തരാൻ റെഡിയാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ ദൈവം തരാൻ റെഡിയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിതൊക്കെ അങ്ങ് ഏറ്റെടുക്കാം. കർത്താവേ, ഞങ്ങൾ റെഡിയാണ്. ഹല്ലേലൂയ. നീ അയക്ക്, ഏത് തരത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. നീ ഞങ്ങളെ അഭിഷേകം ചെയ്താൽ മതി, ഞങ്ങൾ എടുക്കാൻ റെഡിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവസാനം നടക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഉണർവിനോട് ചേർന്ന് നടക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 30-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 30 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങൾ. അവസാനം നടക്കേണ്ട ഒരു കാര്യം, ഒരു റിപ്പൻറ്റൻസ് നടക്കണം. ഇനി ഇതെല്ലാം നടന്നിട്ടും റിപ്പൻറ്റൻസ് ഇല്ലെങ്കിൽ പോക്കാം. നമുക്ക് നടക്കണം മാനസാന്തരം, വരുന്നവർക്ക് നടക്കണം മാനസാന്തരം. ഹല്ലേലൂയ. ഈ പുള്ളിയുടെ മാനസാന്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി കണ്ടീഷൻസ് ഒന്നും വെച്ചില്ല, ഒറ്റ ചോദ്യമാണ്. അതാണ് യഥാർത്ഥ മാനസാന്തരം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരടിയറവ് പറയണം. ഇതിൽ അവിടെയല്ല ഇവിടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. ഇത് വരാതെ നമ്മളിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരും നമ്മുടെ ബാങ്ക്രപ്സി നമുക്ക് മനസ്സിലായെങ്കിലല്ലേ നമുക്കൊരാവശ്യമുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ കർത്താവേ, രക്ഷ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് മാറണം, എൻ്റെ ജീവിതത്തിലൊരു ചേഞ്ച് ആവശ്യമാണ് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ടിടയാകും. പൗലോസിനോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുക, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ അത് തുറന്ന് വായിച്ചോ. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. അത് സത്യമാണ്. പക്ഷേ അതിന് ചേർന്ന് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഭവനത്തിൽ പോയി ദൈവവചനം മുഴുവനും അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ രക്ഷ പ്രാപിക്കുവാനായി എന്താണ് രക്ഷയുടെ വ്യവസ്ഥകൾ, അത് മുഴുവൻ അവനോട് സംസാരിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും സ്നാനപ്പെടുവാനായിട്ടിടയായി. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ ഷണ്ണൻ്റെ ഉപമ, ഫിലിപ്പോസ് ഷണ്ണനെ വന്നു സുവിശേഷം പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ വായിച്ചുകൊണ്ടിരുന്ന ഷണ്ണൻ്റെ അടുക്കൽ തേരിൽ കയറി വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം വെള്ളം കണ്ടു, സ്നാനപ്പെട്ടു. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. കൊർന്നൊല്യോസിൻ്റെ ഭവനത്തിൽ ഈ കൊർന്നൊല്യോസ് നല്ല മനുഷ്യനായിരുന്നു, ദൈവഭക്തനായ മനുഷ്യനായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ കൊർന്നൊല്യോസിൻ്റെ അടുത്ത് പത്രോസിനെ വിളിപ്പിച്ചു. പത്രോസ് ദൈവവചനം സംസാരിച്ചു. അവരുടെ മേൽ ആത്മാവ് വീണു. അവരെ സ്നാനപ്പെടുത്തുവാനായിട്ടിടയായി. ഹല്ലേലൂയ. പിന്നെയും ഇവിടെയും നമ്മൾ കാണുന്നു, സ്നാനമാണ് അവസാനം നിൽക്കുന്നത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവിടം കൊണ്ടേ തീരത്തോളം എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് നാളിങ്ങനെ സ്നാനപ്പെടണോ വേണ്ടായോ എന്നിങ്ങനെ ചിന്തിച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും സ്നാനപ്പെടാതിരുന്നാൽ കൊള്ളാമെന്നൊക്കെ ചിന്തിച്ച് മനുഷ്യരാണ്. പക്ഷേ സ്നാനം ജീവിതത്തിൽ അതാണ് അവിടുത്തെ ഒരു പൂർത്തീകരണം. ആ രക്ഷിക്കപ്പെട്ടു, ഏറ്റു പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞെങ്കിലും അവസാനം ആ സ്നാനത്തിൽ ഒരു ഡിക്ലറേഷൻ കഴിഞ്ഞെങ്കിലേ അവിടെ ഒരു പൂർത്തീകരണം വരത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിനാലാണ് ഈ തിരുവചനം എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ പദവും ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാതെ എഴുതിയതല്ല, അത് കംപ്ലീറ്റ് ആകുന്നത് അവരുടെ സ്നാനത്തോടു കൂടെയാണ്. കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ടു, അവിടെ പൗലോസിൻ്റെ ശുശ്രൂഷ അവിടെ അവൻ്റെ ഭവനത്തിൽ അവസാനിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഇന്ന് 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവസഭയുടെ ദർശനത്തെക്കുറിച്ച് ഞാൻ പറയുവാനായിട്ടിടയായി. ചില ഹൃദയങ്ങൾ തുറക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ ചങ്ങലകൾ അഴിയണം. 4-ാമത്തെ കാര്യം, വാസ്തവമായും ഒരു മാനസാന്തരമുണ്ടാകണം. ഈ 4 കാര്യങ്ങളാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് ഈ 4 കാര്യങ്ങൾ നടക്കണം. ദൈവസഭയെ പുതിയൊരു ലെവലിലേക്ക് ദൈവം നയിക്കണം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.